നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ പ്ലാൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഒരു കാർഡ് വീണിട്ടുണ്ട്, ആ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ എന്നൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമതൊരു കാർഡ് കൂടെ തന്നു. അപ്പോ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ ആവട്ടെ എന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ഇപ്പൊ തുടങ്ങിയാൽ അത് സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറേ യാത്ര ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളൊരു യാത്രയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാം എന്തെങ്കിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. എന്തെങ്കിലും എന്നുവെച്ചാല് റിലേഷൻഷിപ്പ്, ഞാൻ എൻ്റെ സോൾമേറ്റിനെ കണ്ടുമുട്ടണം, ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടണം. കരിയറിലാണെങ്കിൽ എനിക്ക് ഇന്ന കാര്യം എത്തണം, അവിടെ എത്തണം, ഇവിടെ എത്തണം, ഇന്ന കാര്യം നേടിയെടുക്കണം എന്നൊക്കെ നമുക്ക് ഓരോ പ്ലാനുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു യാത്രയിലാണ്, ഒരു അന്വേഷണത്തിലാണ്, ഒരു തേടലിലാണ് നിങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ ഇവിടെ ഹനുമാനെ കാണിച്ചിരിക്കുന്നത് പക്ഷെ ഹനുമാൻ എവിടെ പോയാലും, എത്ര ദുർഘടം പിടിച്ച വഴിയിലൂടെ പോയാലും അവസാനം സക്സസ്ഫുൾ ആകും. ആ സാധനം കൊണ്ടേ വരുള്ളൂ. ഹനുമാൻ എന്തെങ്കിലും തേടി പോയി കഴിഞ്ഞാൽ അതും കൊണ്ടേ വരുള്ളൂ, എത്ര ദുർഘടം പിടിച്ചതായിരിക്കും. അപ്പൊ അതുപോലെ ആയിരിക്കണം നിങ്ങളും. ഒറ്റ ബുദ്ധിയിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ചെയ്ത് നേടിയിട്ടേ മടങ്ങൂ എന്നൊരു ചിന്തയിൽ വേണം പോകാൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി, അതാണ് ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഓപ്പർച്യൂണിറ്റി അത് വന്നിട്ട് നിങ്ങൾ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് നീക്കി വെക്കും. ഞാൻ ഇപ്പൊ റെഡി അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതാണ് നിങ്ങളുടെ കറക്റ്റ് സമയം, ഇനിയും അത് മാറ്റി വെക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓം നമ ശിവായ. ഒരു ഹെർമിറ്റിനെയാണ് ഇപ്പൊ കണ്ടത് ഞാൻ. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരാളാണ്, എപ്പോഴും അന്വേഷണത്തിലായിരിക്കും. എന്നുവെച്ചാൽ ഒരു കാര്യത്തിനെ അഗാധമായി പഠിക്കുന്ന ഒരാളാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ എനർജി, നിങ്ങൾ എന്തോ ഒരു അവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, അതിൽ നിന്ന് മുമ്പോട്ട് പോയി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങൾ ഇട്ടെറിഞ്ഞ് ഓടാനല്ല ആഗ്രഹിക്കുന്നത്, അതും കൊണ്ട് മുമ്പോട്ട് പോയി മാക്സിമം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. ഇത് വലിയൊരു ഭാരമാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അത് ചുമന്നുകൊണ്ടിരിക്കുകയാണ്, ചുമന്നുകൊണ്ട് പോവുകയും ചെയ്യും. അത് ചുമന്നുകൊണ്ട് തന്നെ അത് അവസാനം വരെ എത്തിക്കുകയും ചെയ്യും. ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവമല്ല നിങ്ങളുടേത്. നിങ്ങൾക്ക് ഭാരം കൂടുതലായിട്ട് തോന്നിയാലും പലരുടെയും കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും മക്കളും കൂടെ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് മാരകമായ അസുഖം വരുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് വേറൊരാളുടെ കൂടെ മുങ്ങിക്കളയുക, അല്ലെങ്കിൽ അമ്മ അവിടെ നിന്ന് വേറൊരാളുടെ കൂടെ മുങ്ങിക്കളയുക. ഇങ്ങനത്തെ ഉള്ള സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്, നമ്മളെ കൂടെ നിൽക്കാത്ത ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരാളല്ല. നിങ്ങൾ മരണം വരെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം, നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ ഇട്ടുകൊണ്ട് പോകുന്നില്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെയുള്ള ആളുകളെ ഞാനും കൂടെ കൊണ്ടുപോകും എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തൊരു ജോലി കിട്ടിയിട്ടുണ്ടാവും, അതിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇവരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം, എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കണം എന്നൊരു ചിന്ത ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും അങ്ങനത്തെ ഒരു എനർജിയിലാണ്, നിങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ പ്ലാൻ എന്താണ്? യൂണിവേഴ്സിന്റെ പ്ലാൻ എന്താണ്?
നിങ്ങൾ കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചാല് അങ്ങനെ പെട്ടെന്ന് ഒരു സാധനം ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞാൽ അത് അവിടെ ഇട്ടിട്ട് പോകുന്ന ടൈപ്പ് അല്ല. നിങ്ങൾ അത് ആ കോമ്പറ്റീഷനിൽ കയറി എങ്ങനെയെങ്കിലും ഒന്ന് നേടിയെടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് കയറുന്ന ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കും നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറെ പ്ലാനുകൾ ഉണ്ട്, അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. താൻ പാതി ദൈവം പാതി എന്നാണ്. അത് നിങ്ങളുടെ കാര്യത്തിൽ വളരെ ആക്യുറേറ്റ് ആണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ നമുക്ക് ലോട്ടറി അടിക്കില്ലല്ലോ. അപ്പൊ ലോട്ടറി ടിക്കറ്റ് എടുക്കണം എന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്കൊരു കാര്യം നേടിയെടുക്കണം, അതിനുള്ള കാര്യങ്ങൾ, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചേർത്ത് വെക്കണം. നിങ്ങൾ പ്ലാനിങ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം. എന്തൊക്കെയാണ് റിസർച്ച് ചെയ്യണം. പിന്നെ ഇതിനെക്കുറിച്ച് എങ്ങനെ കിട്ടാം, ഇതിനെക്കുറിച്ച് അറിവുള്ളവരോട് സംസാരിക്കുക. മനസ്സിലായോ? വഴി എല്ലാം മുട്ടുക. നിങ്ങൾക്ക് അറിവ് പകരാൻ പറ്റുന്ന എല്ലാവരുമായിട്ടും സംസാരിക്കുക. ഈ കാര്യം നിങ്ങൾക്ക് നേടിത്തരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് യൂണിവേഴ്സ് നേടിത്തരും. അതിനുള്ള നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത്. അതിനിടയിൽ കുറെ പ്രശ്നങ്ങൾ വരും. അത് കണ്ടിട്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയോ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവര് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, അവഗണിക്കുക. മനസ്സിലായി? നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാനിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് അധികം പറയാതിരിക്കുക. ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ എല്ലാ അഭിപ്രായം അതിനകത്ത് വരും. ചിലർക്ക് ഇഷ്ടമാകില്ല. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ മുതിർന്നവരാണെങ്കിൽ അവർ പറയും, അയ്യോ അങ്ങനെയുള്ള വഴിക്കൊന്നും പോകണ്ട കേട്ടോ, നമ്മളുടെ മറ്റേ വീട്ടിലുള്ള മറ്റേയാൾ അങ്ങനെ പോയിട്ട് മറ്റേയാൾക്ക് അങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മളായിട്ട് വട്ടാക്കും. നമ്മളുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്. പക്ഷെ മുതിർന്നവര് നമ്മളോട് അങ്ങനെ പറയുമ്പോ നമ്മൾക്ക് അതിനനുസരിച്ച് പോകേണ്ട ചിലപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അധികം ആരോടും ഡിസ്കസ് ചെയ്യേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങളെ എതിർക്കാനും നിങ്ങളെ നിങ്ങളുടെ മുമ്പോട്ടുള്ള വഴിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവരായിട്ട് നിങ്ങൾ വഴക്കടിക്കാനൊന്നും പോകണ്ട. അങ്ങനെയുള്ള വഴക്കൊക്കെ വരും. അവരെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണമെന്ന്, അവരെ ഇഗ്നോർ ചെയ്യണമെന്ന് അവരെ ശ്രദ്ധിക്കണ്ട എന്നാണ് പറഞ്ഞത്. വെച്ചാൽ അവരെ മുഷിപ്പിക്കാനല്ല, അവരെ ശ്രദ്ധിക്കണ്ട നിങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ പ്ലാനുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങൾക്ക് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി, ആ സ്കില്ലെല്ലാം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് വേണ്ട, മതിയാവും, അയ്യോ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു നമ്മളെ ഒരു കാര്യം അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ജീവിതത്തില് ഒരു കാര്യം. അത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നേടുന്നത് വരെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും. വളരെയധികം പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ഇതിട്ടോണ്ട് പോയ അയ്യോ ഇത് നടക്കാൻ പോകുന്നില്ല, വേറെ വല്ല ജോലിയും നോക്കിയാലോ, വേറെ വല്ല കാര്യം നോക്കിയാലോ, ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾക്കൊരു ടെൻഷൻ വരും. നിങ്ങൾ ശീലിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ബ്ലോക്ക് ആയിട്ട് വരും. എന്ന് വെച്ചാല് നിങ്ങൾ ജനിച്ചു വളർന്ന അവസ്ഥ, നിങ്ങളുടെ ജീവിത ശൈലി, സ്വഭാവം, ഇതൊരു ബ്ലോക്ക് ആയിട്ട് നിങ്ങൾക്കൊരു നിങ്ങളെ ജയിലിൽ അടയ്ക്കുന്ന പോലെ നമ്മൾ ശീലിച്ച കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് അതെല്ലാം നമുക്കൊരു ജയില് പോലെ നിങ്ങൾ അതിനകത്ത് ചട്ടക്കൂട്ടിൽ നിർത്താൻ നോക്കും. അത് നിങ്ങൾ പേടിക്കണ്ട. അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം എടുക്കുന്നതിന് നിങ്ങളെ കുറെയൊക്കെ ടെൻഷൻ അടുപ്പിക്കും, കുറെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല. അവസാനം നിങ്ങൾ സക്സസ്ഫുൾ ആകും. മജിഷ്യനാണ്. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാനുള്ള ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നു കയറും. അതിനിടയ്ക്ക് നിങ്ങൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾ നേടിയെടുക്കും എന്നാണ് പറയുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമ്മള് ഹനുമാനെ കണ്ടില്ലേ? അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ എന്താണോ എനിക്ക് വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് നേടിയെടുക്കേണ്ടത്, അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ കൃത്യമായ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വേണം. അതിന് നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യുക. മനസ്സിലായോ? അതുമായിട്ട് മുമ്പോട്ട് പോവുക. പലരും നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളെ ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. അവരെ എല്ലാം അവഗണിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇടയ്ക്ക് നിങ്ങൾക്ക് പോലും അയ്യോ ഇതൊന്നും എത്തില്ല, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല എന്ന് മനസ്സിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു സംശയം വരും. അതെല്ലാം അവഗണിക്കുകയും പിന്നെ ഇതുപോലെയല്ലേ മറ്റേയാൾ ചെയ്തത്, എന്നിട്ട് അത് സക്സസ്ഫുൾ ആയില്ല, അപ്പൊ ഞാൻ ചെയ്താൽ സക്സസ്ഫുൾ ആകുമോ എന്നൊരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് വരും. അതെല്ലാം നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അവസാനം നിങ്ങൾ
വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കും. ഇതൊരു മജീഷ്യനാണ്, ഇത് നേടിയെടുക്കുന്ന ഒരാളാണ്. ചില മാജിക് എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഒരാളെ ഇല്ലാത്ത ഒരു കാര്യം വിശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ട്രെയിനിങ്ങും വളരെയധികം മനസ്സ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോ കൺകെട്ട് വിദ്യ ചെയ്യണമെന്നല്ല, ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ആൾക്കാരെ പറഞ്ഞു പറ്റിക്കണമെന്നല്ല പറയുന്ന. ഈ മജിഷ്യന്റെ ശക്തി, ഈ മജിഷ്യന്റെ ബുദ്ധി, മജിഷ്യന്റെ ആ ഒരു കോൺസെൻട്രേഷൻ, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അവസാനം നിങ്ങൾ സക്സസ്ഫുൾ ആകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ ഒന്നിനെ കൊണ്ടും പേടിക്കണ്ട. നിങ്ങളെ കൊണ്ട് യൂണിവേഴ്സിൽ ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ അത് വേണ്ടാന്ന് വെക്കുന്നത് വെച്ചാൽ ടെൻഷൻ അടിക്കുമ്പോൾ ഇത് ഇത്രയൊന്നും ബുദ്ധിമുട്ടാൻ എനിക്ക് വയ്യ, ഇത് എന്നെ കൊണ്ട് പൂർത്തിയാ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ തുടങ്ങി വെച്ച കാര്യം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് വേറെ ഒന്നൊരു സാധനത്തിന്റെ പുറകെ പോകുന്നവരാണ് മിക്കവരും. നിങ്ങൾ അങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം അതൊരു നല്ല കാര്യമായതുകൊണ്ട് യൂണിവേഴ്സും കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കും. അത് അവസാനം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ജെമിനായി ആണ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ഇത്രയും സോഡിയാക് സൈൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഒന്നിനെ കൊണ്ടും പേടിക്കണ്ട എന്നാണ്. നിങ്ങളുടെ മനസ്സിലെ കാര്യം നേടിയെടുക്കണം എന്നുള്ള ഒരു വിചാരം ഉള്ളത് കൊണ്ട് ആ കാര്യവുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക. യൂണിവേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട് എപ്പോഴും എന്ന് വിശ്വസിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഇതുവരെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിരിക്കുക.